ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. ചില സമയം മഴ പെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. മഴ പെയ്യുന്നത് എൻ്റെ ഫാൻ ഇടാണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. ഭയങ്കര ചൂടാണ്. മഴ നിൽക്കുമ്പോഴത്തേനും ചൂടാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ എവിടെ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ മുഖത്ത് അതൊന്നും കാണാനുണ്ടാവത്തില്ല. ബിക്കോസ് ഞാൻ പീരിയഡ്സ് ആയിട്ടാണ് പോകുന്നത് ഫസ്റ്റ് ഡേ. കാരണം ഞാനിത് അവിടെ പറയുകയോ ആക്കുകയൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് എന്തായാലും പോയേ തീരൂ. പക്ഷേ മാറ്റി വെച്ചാൽ ചേച്ചി വരികയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ഒരു നിർബന്ധത്തിൽ ഞാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ കുറേയൊന്നും എടുത്തിട്ടില്ല. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ വേഗം തന്നെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ പറയുക, ഇത് ശോഭേച്ചിയാണ്. നിങ്ങൾ എൻ്റെ കല്യാണ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് സലൂണിൽ സാധാരണ ഞാൻ പോയി കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് കയറുമ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ ഒന്നും പറയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഹെയർ കട്ടിങ്ങോ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ ബ്ലാബ്ലാന്ന് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഗൈസ് ഹെയർ കട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ സലൂണ് വരുന്നത് നമ്മൾ വടകര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അപ്പാസൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതിൻ്റെ അടുത്തൊരു വനിതാ ബാങ്ക് ഉണ്ട്. പിന്നെ ഷോപ്പിൻ്റെ പേര് ഷീന്നാണ്. അതിൻ്റെ അടുത്ത് മേലത്തെ ഭാഗത്താണ് ഷോപ്പ് വരുന്നത്. ഷീന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുക. ഭയങ്കര അഫോർഡബിളാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഹെയർ കട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതാണ്. സ്ഥലം എന്നല്ല, സംഭവം ഇതാണ്. എന്താ പറയുക, ഹെയർ വാഷ് ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു. നല്ല മസാജോട് കൂടിയിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മയുടെ അനിയത്തി വന്നിരുന്നു. അമ്മയുടെ അനിയത്തി വടകരയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോഴത്തേനും എന്നോട് പറയാതെ ഞാൻ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പെട്ടെന്ന് കയറി വരുന്നത്. അപ്പം പാപ്പി ഉണ്ടായിരുന്നു. ഞാൻ പാപ്പി എന്നാണ് അമ്മയുടെ സിസ്റ്ററിനെ വിളിക്കാറ്. അപ്പം പാപ്പിയും കൂടി മുടി മുറിച്ച് ജസ്റ്റ് യു കട്ടടിച്ച് കുറച്ച് ഇങ്ങനെ വാല് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഗൈസ്, എന്താ പറയുക, കുറേ അപ്പായല്ലേ സനോടുള്ള ചേച്ചിനോടൊക്കെ പറയുകയോ ആക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പാപ്പീൻ്റെ വീട്ടിലേക്ക് പോയി. ഓൾറെഡി ഞാൻ പാപ്പീൻ്റെ വീട്ടിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. എനിക്ക് ഇങ്ങോട്ടേക്ക് സർപ്രൈസ് ചെയ്തുകൊണ്ട് ഞാൻ പാപ്പിനോട് പറഞ്ഞു, പാപ്പി വീട്ടിലോട്ടേക്ക് പോരുത് എന്നിട്ട്. അതല്ല, ഞാൻ പാപ്പിനോട് പറഞ്ഞതാ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരെയൊക്കെ കാണിക്കുകയോ ആക്കുകയൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടോന്ന് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടപ്പെടായ്മ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് നീ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്നുള്ള ഭാവത്തിലായിരുന്നു. പക്ഷെ വീഡിയോ കോളിൽ അത്ര അങ്ങനെ മനസ്സിലായില്ല. കളർ ചെയ്യുമെന്നും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുമില്ല. അപ്പം കുറച്ച് നേരം ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് നിന്നു വീട്ടിൽ. ബിക്കോസ് കണ്ണേട്ടനും കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് പാപ്പനും ഞാനും പാപ്പയും കണ്ണേട്ടനും കൂടിയിട്ടായിരുന്നു വീട്ടിലോട്ട് കണ്ണൂരേക്ക് വന്നത്. അപ്പം ലേറ്റായി. ഓൾറെഡി 7 മണി 6 മണി 6:45 ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന്. പിന്നെ മാഹിയിലെത്തിയപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് പെട്രോൾ അടിക്കും. കുറച്ച് വിലക്കുറവ് അവിടെ ആയതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് പെട്രോൾ അടിക്കാറ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പോവുകയാണ്. നമ്മൾ കമ്പിലെത്തി. അവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കുകയായിരുന്നു പാപ്പി. അപ്പോൾ എന്നോട് ചോദിക്കുക ഏത് വേണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചോളം ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് വണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. ഇങ്ങനല്ലേ പറഞ്ഞ ചെറിയ തെമ്പ് മാത്രം. ഞാൻ ഓളോട് പറഞ്ഞു അയ്യ വാല് പോലത്തെ മാത്രമാണ്.
അച്ഛാ എന്തെങ്കിലും പറ. അയ്യോ മീനിന്റെ പൊടി മുറിച്ചോ അങ്ങനെ ജാസ്തി മുറിക്കണല്ലോ അത്ര നീളുണ്ട് പറ്റിട്ട് മുടിയെന്ത് ശമ്പം മടി ഇംഗ്ലീഷ് ആക്കിനെ പോലെ പാപ്പി പറഞ്ഞതാ. പാപ്പി ബിരിയാണി എല്ലാം തന്നതാ എനിക്ക്. എന്തെന്നാ സൈഡില് 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 നീ ഒരുപാട് സാധനമുണ്ട് സമ്മാനം സമ്മാനം സുമാനല്ല. അപ്പോൾ ഗൈസ് അത് മരുന്നായിരുന്നു പ്രസവത്തിനൊക്കെ കഴിക്കണത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരെ കൂടെ ബായി ഒക്കെ പറയിപ്പിച്ചു. പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് എടുത്തുകൊണ്ട് ഒരു ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എന്നൊക്കെ പറ. എന്തായാലും കട്ട് ചെയ്യാണ്ട് ഭയങ്കര ബോറായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. എനിക്ക് ലോങ് ഹെയർ തന്നെയാണ് ഇഷ്ടം. ഞാൻ വളർത്തിയെടുക്കും ഞാൻ എൻ്റെ ഹെയർ. പിന്നെ അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ ബൈ.